നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. ഇൻഡിഗോ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയതും ശൈത്യകാല അവധിക്ക് യുഎയിലെ സ്കൂളുകൾ അടച്ചതും മൂലം ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി. യുഎയിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള നിരക്കിൽ 25% മുതൽ 30% വരെയാണ് വർധനവ്. തിരക്കേറിയ നഗരങ്ങളിലേക്ക് 30%വും മറ്റ് സെക്ടറുകളിലേക്ക് 15 മുതൽ 25% വരെയുമാണ് നിരക്ക് വർദ്ധിച്ചത്. ദുബായിൽ നിന്ന് നാളെ കൊച്ചിയിലേക്ക് പോയി സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേദിവസം ജനുവരി 4 തിരിച്ചെത്താൻ ഒരാൾക്ക് ശരാശരി 2500 ദിർഹം നൽകേണ്ടുന്ന അവസ്ഥയാണ് നിലവിൽ. പ്രവാസി ഇന്ത്യക്കാരൻ സുഹാറിൽ കൊഴിഞ്ഞു വീണ് മരിച്ചു. റെസ്റ്റോറന്റ് ജീവനക്കാരനായ കോഴിക്കോട് വടകര ഇരിങ്ങൽ പാലയാട് സ്വദേശി പുലിയുള്ളതിൽ മീത്തൽ വീട്ടിൽ സുജീഷാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ഹൃദയാഘാതം മൂലം കൊഴിഞ്ഞു വീണാണ് മരണം സംഭവിച്ചത്. സുഹാറിൽ ടെലി റെസ്റ്റോറന്റ് ജീവനക്കാരനായിരുന്ന സുജീഷ് രാവിലെ ജോലി സ്ഥലത്തേക്കുള്ള യാത്രയിൽ കൊഴിഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിമാനയാത്രയ്ക്കിടെ ഒരു ഉസ്ബെക് വനിതയുടെ ജീവൻ രക്ഷിച്ചതിന് തിരൂർ പുറത്തൂർ സ്വദേശി അനീസ് മുഹമ്മദിന് അംഗീകാരം. ഹീറോ ഓഫ് ഉസ്ബെക്കിസ്ഥാൻ എന്ന ബഹുമതി നൽകിയാണ് വിദ്യാർത്ഥിയെ ആദരിച്ചത്. താഷ്കന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അവസാന വർഷ മെഡിക്കൽ വിദ്യാർത്ഥി അനീസ് മുഹമ്മദിനെയാണ് പ്രൗഢമായ സദസ്സിൽ ഉസ്ബെക്കിസ്ഥാനിലെ അർദ്ധ സർക്കാർ സ്ഥാപനമായ യൂക്കാലിഷ് മൂവ്മെന്റ് ഹീറോ ഓഫ് ഉസ്ബെക്കിസ്ഥാൻ എന്ന ബഹുമതി നൽകി ആദരിച്ചത്. സൗദിയിലെ പ്രവാസികൾക്കായി പുതിയ റെസിഡന്റ് ID സംവിധാനം അവതരിപ്പിച്ചു. പഴയ വാർഷിക റെസിഡൻസി പുതുക്കുന്ന പതിവിന് പകരം ഇനി ഒറ്റത്തവണയായി 5 വർഷത്തേക്ക് സാധ്യതയുള്ള കാർഡാണ് പുതിയ സംവിധാനം വഴി നൽകുക. ഈ നീക്കം രാജ്യത്തെ 13 ദശലക്ഷത്തിലധികം വരുന്ന താമസക്കാരുടെ പാസ്പോർട്ട് റെസിഡൻസി ഓഫീസുകളിലേക്കുള്ള സന്ദർശനങ്ങൾ ഗണ്യമായി കുറയ്ക്കുമെന്നും കാത്തിരിപ്പ് സമയം കുറയ്ക്കുമെന്നും മിക്ക ഇടപാടുകളും അബ്ഷർ അല്ലെങ്കിൽ ഇ സർവീസ് പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറ്റുമെന്നും അനുബന്ധ ഉദ്യോഗസ്ഥർ പറയുന്നു. UAE പ്രവാസികൾക്ക് ഇപ്പോൾ സുവർണ അവസരം. ഒരു ദിർഹത്തിന് 24.5 അധികം ലഭിക്കുന്ന സാഹചര്യത്തിൽ എക്സ്ചേഞ്ച് ഹൗസുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സാധാരണ അയക്കുന്നതിനേക്കാൾ 3 ഇരട്ടി തുക വരെ ഒറ്റയടിക്കിൽ അയച്ച് ഈ ഉയർന്ന വിനിമയ നിരക്ക് പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് പ്രവാസി മലയാളികൾ. സാധാരണ ദിവസങ്ങളേക്കാൾ 3 ഇരട്ടിയിലധികം ആളുകളാണ് പണം അയക്കാൻ എത്തുന്നത്. UAE ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ബ്ലൂ ചിപ്പ് ഗ്രൂപ്പിന്റെ കോടികളുടെ നിക്ഷേപ തട്ടിപ്പിൽ അന്വേഷണം കൂടുതൽ ശക്തമാക്കി അധികൃതർ. നിക്ഷേപകരിൽ നിന്ന് തട്ടിയെടുത്ത പണം എങ്ങോട്ടാണ് മാറ്റിയതെന്ന് കണ്ടെത്താൻ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചു വരികയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പണം നേരിട്ട് കൈമാറിയിരുന്നോ, ആരാണ് പണം കൊണ്ടുപോയത് തുടങ്ങിയ നിർണായക വിവരങ്ങൾ ഇതിലൂടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ശൈത്യകാല അവധിക്കായി UAEയിലെ പ്രാദേശിക വിദേശ സിലബസ് സ്കൂളുകൾ അടച്ചു. ദുബായിലെ ഇന്ത്യൻ സ്കൂളുകൾ 12-നും അബുദാബിയിലേത് 19-നുമാണ് അടയ്ക്കുന്നത്. ജനുവരി 5-ന് തുറക്കും. ഇതനുസരിച്ച് ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും 1 മാസം അവധി ലഭിക്കും. എന്നാൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 2 മുതൽ 3 ആഴ്ച വരെ മാത്രമേ ലഭിക്കൂ. ഈ അന്തരം ഒഴിവാക്കാൻ 2026 മുതൽ അവധി ഏകീകരിക്കാൻ ഇന്ത്യൻ സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം കർശന നിർദ്ദേശം നൽകിയിരുന്നു. മയക്കുമരുന്ന് ഉപയോഗം അടക്കമുള്ളവ പ്രോത്സാഹിപ്പിക്കുകയോ മഹത്വവൽക്കരിക്കുകയോ ചെയ്യുന്നതിനെതിരെ കർശന മുന്നറിയിപ്പുമായി ആഭ്യന്തര മന്ത്രാലയം. ചിത്രങ്ങൾ, ചിഹ്നങ്ങൾ, എഴുത്തുകൾ അല്ലെങ്കിൽ ലോഗോകൾ എന്നിവയുള്ള വസ്തുക്കൾ ധരിക്കുകയോ ഉപയോഗിക്കുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. 4 ദശാബ്ദത്തിലേറെയായി സൗദി ദമാമിൽ പ്രവാസിയായ മലയാളി ഹൃദയാഘാതം മൂലം മരിച്ചു. തൃശൂർ കയ്പമംഗലം സ്വദേശി ചൂലുകാരൻ മുഹീദ്ദീൻ ബാവയാണ് മരിച്ചത്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ദമാം സെൻട്രൽ ആശുപത്രിയിൽ വെച്ച് മരണം. ബാവക്ക എന്ന പേരിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ദമാം കേന്ദ്രീകരിച്ച് സാധാരണക്കാരായ പ്രവാസികൾക്കിടയിൽ സജീവമായിരുന്നു. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.